My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതി മെറ്റീരിയ മീഡിയ എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ സൾഫർ എന്ന അധ്യായത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളായി പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ ശ്രമിക്കാം. എ പേഷ്യൻ്റ് നീഡിങ് സൾഫർ ഈസ് ഓഫൺ ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഡൾനെസ് ആൻഡ് കൺഫ്യൂഷൻ ഓഫ് മൈൻഡ് വിത്ത് ഇനബിലിറ്റി ടു റീകളക്ട് ദ തോട്ട്സ് ആൻഡ് ഐഡിയാസ്, ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ. അപ്പോൾ ലാക്ക് ഓഫ് കോൺസെൻട്രേഷനാണ് അവിടുത്തെ പ്രധാന കാര്യം. ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. ക്രമമായി ഒരു കാര്യം ചിന്തിക്കാനോ ആശയങ്ങൾ രൂപീകരിക്കാനോ പറ്റുന്നില്ല. ചിന്തകൾ ചിതറിപ്പോകുന്നു, ആശയങ്ങളൊന്നും മറ്റൊന്നിലേക്ക് മാറിപ്പോകുന്നു. അപ്പോൾ ഇതിനോടൊപ്പം ഒരു ഡൾനെസ് ഓഫ് മൈൻഡുണ്ട്, മനസ്സ് മന്ദീഭവിച്ച അവസ്ഥ, ആശയക്കുഴപ്പം. ഹി വിൽ സിറ്റ് ആൻഡ് മെഡിറ്റേറ്റ് ഓൺ no one thing continuously, making no effort to concentrate his mind upon anything. അപ്പോൾ അയാൾ ഒരിടത്ത് ഇരുന്നുകൊണ്ട് ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം തുടർച്ചയായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നില്ല, ഒന്നിരുന്ന് മറ്റൊന്നിലേക്ക് മാറിപ്പോകുന്നു. ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ പറയും. ഹി വേക്സ് അപ്പ് ഇൻ ദ മോർണിംഗ് വിത്ത് ഡൾനെസ് ഓഫ് മൈൻഡ് ആൻഡ് ഫുൾനെസ് ഇൻ ദ ഹെഡ് ആൻഡ് വെർട്ടിഗോ. അപ്പോൾ ഉണർന്നെഴുന്നേൽക്കപ്പോൾ തന്നെ മനസ്സ് മന്ദീഭവിച്ചിരിക്കുകയാണ്, തല ആകെ നിറഞ്ഞിരിക്കുകയാണ്, തല നിറഞ്ഞ് വിങ്ങിയൊരു ഫീല്, അതുപോലെ തലകറക്കം. വെർട്ടിഗോ ഇൻ ദ ഓപ്പൺ എയർ, തുറന്ന വായുവിൽ തുറസായ സ്ഥലത്ത് വെച്ച് തലകറക്കം ഉണ്ടാകുന്നു. ഇൻ ദ ഓപ്പൺ എയർ കംസ് ഓൺ കൊറൈസ വിത്ത് ദിസ് ഫുൾനെസ് ഇൻ ദ ഹെഡ് ആൻഡ് ഡൾനെസ് സോ ദാറ്റ് ദർ ഈസ് കൺഫ്യൂഷൻ ഓഫ് ദ മൈൻഡ്. അപ്പോൾ ഈ പ്രശ്നത്തോടൊപ്പം, തലയുടെയും മനസ്സിൻ്റെയും പ്രശ്നത്തോടൊപ്പം കൊറൈസയുണ്ട്. ഇൻ ദ ബുക്സ് ദർ ഈസ് ആൻ എക്സ്പ്രഷൻ ദാറ്റ് ഹാസ് ബീൻ എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ്. Foolish happiness and pride, thinks himself in possession of beautiful things, even rags seem beautiful. നമ്മൾ നേരത്തെ പറഞ്ഞ റാഗ്ഡ് ഫിലോസഫറിൻ്റെ മറ്റൊരു വശമാണ് പറയുന്നത്. ഒരു മണ്ടത്തരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സന്തോഷം. നല്ല കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചോ നല്ല കാര്യങ്ങൾ ചെയ്തോ സന്തോഷിക്കുകയില്ല, മണ്ടത്തരങ്ങൾ സന്തോഷിക്കുക. ഒരു ഇൻസെയിൻ കണ്ടീഷനാണ് മണ്ടത്തരങ്ങൾ സന്തോഷിക്കുക. മണ്ടത്തരങ്ങളിൽ അഭിമാനം കൊള്ളുക, മണ്ടത്തരം ചെയ്യാത്ത അതിൽ അഭിമാനിക്കുക. നല്ല കാര്യങ്ങൾ, മനോഹരമായ കാര്യങ്ങൾ, സുന്ദരമായ കാര്യങ്ങൾ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. എങ്ങനെയാണ്? ഈവൻ റാഗ്സ് ഇൻ ബ്യൂട്ടിഫുൾ. കീറിപ്പറഞ്ഞ വസ്ത്രം മനോഹരമാണെന്ന് ചിന്തിച്ചിട്ടാണ് അതിൻ്റെ പൊസിഷൻ, അത് കയ്യിലുണ്ടെന്നതിൽ അയാൾ സന്തോഷിക്കുന്നത്. ഒരു സാനിറ്റിയുള്ള സന്തോഷമല്ല, ഇൻസെയിൻ ഹാപ്പിനെസ്സാണ്. സച്ച് എ സ്റ്റേറ്റ് ഹാസ് ബീൻ പ്രസൻറ്റ് ഇൻ ലുനാറ്റിക്സ് ആൻഡ് ഇൻ പേഴ്സൺസ് who were not lunatics in any other way except on that one idea. ലുനാറ്റിക്സിൽ ഇതുണ്ടാകാം, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലും ഓക്കെയാണ്, പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം, ഇപ്പോൾ കീറി പറഞ്ഞ മുഷിഞ്ഞ് വസ്ത്രങ്ങൾ ധരിക്കുക, ആ ഒരു കാര്യത്തിൽ മാത്രം ലുനാറ്റിക്കാണ്, മറ്റു കാര്യങ്ങൾ കുഴപ്പമില്ല. അപ്പോൾ ഒരു കംപ്ലീറ്റ് ലൂനസി അല്ല, ചില കാര്യങ്ങളിൽ മാത്രം ലുനസി ആകാം. ദ സൾഫർ പേഷ്യൻ്റ് ഹാസ് ആൻ അവേർഷൻ ടു ബിസിനസ്. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിനോട്, ബിസിനസ് ചെയ്യുന്നതിനോട്, എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതിനോടുള്ളൊരു മടി സൾഫറുണ്ട്. ഹി വിൽ സിറ്റ് അറൗണ്ട് ആൻഡ് ഡു നത്തിങ് ആൻഡ് ലെറ്റ് ഹിസ് വൈഫ് ടേക്ക് ഇൻ വാഷിംഗ് ആൻഡ് വർക്ക് ഹെർ ഫിംഗർ നെയിൽസ് ഓഫ് ടേക്കിംഗ് കെയർ ഓഫ് ഹിം. ഹി തിങ്സ് ദാറ്റ് ഇസ് ഓൾ ഷീ ഈസ് ഗുഡ് ഫോർ. അപ്പോൾ സ്വയം ഒന്നും ചെയ്യുന്നില്ല, എല്ലാം ഭാര്യയെ ഏൽപ്പിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കുന്നു. അവർ ചത്തു പണിയെടുക്കുന്നു, ഇയാളൊന്നും ചെയ്യുന്നില്ല. മറ്റുള്ളവർ ഈ പണിയെടുക്കാൻ മാത്രമേ കൊള്ളൂ, വേറൊന്നും കൊള്ളില്ല എന്നുള്ള ചിന്ത. എ സ്റ്റേറ്റ് ഓഫ് റിഫൈൻമെൻറ്റ് സീംസ് ടു ഹാവ് ഗോൺ ഔട്ട് ഓഫ് ദ സൾഫർ പേഷ്യൻറ്റ്. അപ്പോൾ സൾഫർ പേഷ്യൻ്റെ മനസ്സിൽ നിന്ന് ഒരു സ്റ്റേറ്റ് ഓഫ് റിഫൈൻമെൻറ്റ്, ഈ സ്റ്റേറ്റ് ഓഫ് റിഫൈൻമെൻറ്റിനെ കുറിച്ച് എന്താ പറയുക, ഒരു സംസ്കാരം എന്ന് പറയാം. ഒരു മനുഷ്യൻ്റെ സംസ്കാരം, സ്റ്റേറ്റ് ഓഫ് റിഫൈൻമെൻറ്റ്, അത് അയാളിൽ നിന്ന് പോകുന്നു, ഒരു സംസ്കാര ശൂന്യനായി തീരുന്നു. സംസ്കാര ശൂന്യത എന്ന് പറയുന്നതും സൾഫറിൻ്റെ ഒരു കണ്ടീഷനാണ്. സൾഫർ ഈസ് ദ വെരി ഓപ്പോസിറ്റ് ഓഫ് ഓൾ തിങ്സ് ഫാസ്റ്റിഡിയസ്. അപ്പോൾ ശ്രദ്ധാപൂർവം അല്ലെ സൂക്ഷ്മതയോടുകൂടി ചെയ്യുന്ന എല്ലാത്തിനും എതിരാണ് സൾഫർ. നമ്മൾ നേരത്തെ ആഴ്സനിൽ കണ്ടൊരു അവസ്ഥ, അതിൻ്റെ നേരെ വിപരീതം. ഒരു കാര്യവും സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധയോടുകൂടി ചെയ്യില്ല, എന്ത് ചെയ്താലും അതിൽ അബദ്ധങ്ങൾ ചെയ്യും.
മണ്ടത്തരങ്ങൾ ചെയ്യും, സൂക്ഷ്മത കുറവുണ്ടാവും. അത് സൾഫറിൻ്റെ അവസ്ഥയാണ്. ആർസനിക്കം ഈസ് ദ ടിപ്പിക്കൽ ഫസ്റ്റീഡിയസ് പേഷ്യൻറ്റ് ആൻഡ് ദീസ് ടു റെമഡീസ് ആർ ദ എക്സ്ട്രീംസ് ഓഫ് ഈച്ച് അതർ. അപ്പം നേരത്തെ നമ്മൾ ആർസനിക്കിൽ നമ്മൾ കണ്ടു, വളരെ ഓർഡർലിയാണ് എല്ലാം. ഞാൻ അടുക്കളാണിയുടെ കഥ പറഞ്ഞില്ലേ, എല്ലാം ക്രമീകരിച്ച് കാണാം. സൾഫറിൽ ഇതിൻ്റെ നേരെ ആൻറ്റിതീസിസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒട്ടും ഓർഡർലി ഇല്ല, ഒരു കാര്യത്തിൽ ശ്രദ്ധയില്ല, ഒരു കാര്യത്തിൽ ഒരു റിഫൈൻമെൻ്റ് ഇല്ല. അങ്ങനത്തെ വിഷയം. ആർസനിക്കം വാണ്ട്സ് ഹിസ് ക്ലോത്തിങ് നീറ്റ് ആൻഡ് ക്ലീൻ, വാണ്ട്സ് എവറിത്തിങ് ഹങ് അപ്പ് വെൽ അപ്പോൺ ദ പെഗ്സ്, വാണ്ട്സ് all the pictures hung up properly upon the wall, wants everything neat and nice, and hence the arsenicum patient has been called the gold-headed cane patient because of his neatness, fastidiousness and cleanliness. ആർസനിക്കിനെ കുറിച്ച് ആർസനിക് എന്ന അധ്യായത്തിൽ പറയാത്ത പല കാര്യങ്ങളും കെട്ടിൽ പറയുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ക്രോസ് റെഫറൻസ് വേണ്ടി വരും. ആർസനിക്കിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ പറയുന്നു. കാരണം സൾഫർ പേഷ്യൻറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് ആർസനിക്കുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ്. ആർസനിക്ക് വളരെ നീറ്റ്ലിയാണ്, ക്ലീൻലിയാണ്, എല്ലാം ഓർഡർലിയാണ്. വസ്ത്രങ്ങൾ തൂക്കണമെങ്കിൽ കൃത്യമായിട്ട് ഹാങ്ങറിൽ പെഗ്സിൽ കൃത്യമായിട്ട് തൂക്കണം. ഒരു മതിലിൽ ഫോട്ടോ തൂക്കിക്കഴിഞ്ഞാൽ അതൊന്ന് ചരിഞ്ഞ് കിടന്നാൽ ആർസനിക് പേഷ്യൻ്റ് പറ്റില്ല. ആർസനിക് പേഷ്യൻ്റ് ഫോട്ടോ അത് നേരെയാകും. അതാണ് ആർസനിക് പേഷ്യൻ്റ് അവസ്ഥ. ഇതിൻ്റെ എല്ലാം എക്സ്ട്രീം ഓപ്പോസിറ്റാണ് സൾഫർ പേഷ്യൻ്റ്. അപ്പോൾ ആർസനിക് പേഷ്യനെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ടോ, ദ ഗോൾഡ് ഹെഡഡ് കെയിൻ പേഷ്യൻറ്റ് ഉണ്ടോ, എല്ലാം വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ ഹയസ്റ്റ് സ്റ്റാൻഡേർഡിൽ ചെയ്യുക. ഈ ഗോൾഡ് ഹെഡഡ് കെയിൻ എന്ന് പറയുന്നത് നമ്മളിവിടെ ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന ദേശീയ അവാർഡുണ്ടല്ലോ, സുവർണമയൂഖം. അതേപോലെ ഒരു വെസ്റ്റേൺ കൺട്രീസിൽ എനിക്ക് തോന്നുന്നു ഈ ഹോളിവുഡിലോ മറ്റുണ്ടായിരുന്ന അവാർഡാണ് ഗോൾഡ് ഹെഡഡ് കെയിൻ. അപ്പോൾ ഡോക്ടേഴ്സ് ഇതിനെ വളരെ നീറ്റായിട്ടുള്ള, വളരെ ക്ലിയർ ആയിട്ടുള്ള, എല്ലാം കൃത്യമായിട്ടുള്ള നിലവാരത്തിലൊട്ട് ചെയ്യുന്ന ആൾക്കാരെക്കുറിച്ച് അങ്ങനെ പറയും. അപ്പോൾ ആർസനിക്കും പേഷ്യനെ കുറിച്ച് അങ്ങനെ പറയും. എല്ലാത്തിനും കൃത്യമായിട്ടുള്ള ഉന്നതമായ നിലവാരമുണ്ട്. വസ്ത്രം വൃത്തിയായിരിക്കണം, മേശപ്പുറം വൃത്തിയായിരിക്കണം, മതിലുകൾ വൃത്തിയായിരിക്കണം, വസ്ത്രങ്ങൾ തൂക്കുന്നിടം, ഫോട്ടോകൾ തൂക്കുന്നിടം എല്ലാം ക്ലിയർ ആയിരിക്കണം. അതാണ് ഗോൾഡ് ഹെഡഡ് കെയിൻ പേഷ്യൻറ്റ്. പക്ഷേ സൾഫർ ഇതിൻ്റെ ഒക്കെ എത്തിക്കണം. ഇൻഡിസ്പോസ് ടു എവറിത്തിങ്, വർക്ക്, പ്ലഷർ, ടോക്കിംഗ് ഓർ മോഷൻ, ഇൻഡോളൻസ് ഓഫ് മൈൻഡ് ആൻഡ് ബോഡി. അപ്പോൾ എല്ലാത്തിനോടൊരു വിരക്തി, ജോലിയോട്, ആനന്ദങ്ങളോടും വിരക്തിയുണ്ട്. സംസാരത്തോട് വിരക്തി, എന്തെങ്കിലും അനങ്ങുന്നതിനോട് വിരക്തി, മനസ്സിൻ്റെ ശരീരത്തിൻ്റെ ഒരു മന്ദിച്ച അവസ്ഥ, എല്ലാവരും മന്ദിച്ച അവസ്ഥ കണ്ടോ. സന്തോഷങ്ങളോടുകൂടി ഒരു വിരക്തി, സന്തോഷങ്ങൾ പോലും വേണ്ട, സംസാരിക്കണ്ട, ഇങ്ങനത്തെ ഒരു അവസ്ഥ. സറ്റേറ്റി ഓഫ് ലൈഫ്, ലോങ്ങിങ് ഫോർ ഇൻഡോളൻസ് ഓഫ് മൈൻഡ് ആൻഡ് ബോഡി. സറ്റേറ്റി എന്ന് വെച്ചാൽ ഒക്കെ മതിയായി, തൃപ്തിയായി, ജീവിതം മതിയായി, ജീവിതത്തോട് വിരക്തി, ജീവിച്ച് മതിയായി, ഇനി മരിച്ചാൽ മതി, മരണത്തോട് താല്പര്യം, മടിയോട് താല്പര്യം, ലേസിനെസ്സിനോട് താല്പര്യം, മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ലേസിനെസ്സിനോട് താല്പര്യം. അത് ചെന്ന് മരണത്തോടോ താല്പര്യത്തോട് പോലും എത്തും സൾഫർ പേഷ്യൻ്റ്. ജീവിതം മതിയായെന്നുള്ള അവസ്ഥ ഉണ്ടോ. അതാ പറയുന്നത്, കൊട്ടേഷനിലാണ് പറയുന്നത്, സറ്റേറ്റി ഓഫ് ലൈഫ് ലോങ്ങിങ് ഫോർ ഡെത്ത്. ജീവിതത്തോടുള്ള മടുപ്പ്, മരണത്തോടുള്ള താല്പര്യം. ടു ലേസി ടു റോസ് ഹിംസെൽഫ് അപ്പ് ആൻഡ് ടു അൺഹാപ്പി ടു ലിവ്. ഒരു കാര്യം ചെയ്യാണ്ട് ഉടനെ എഴുന്നേക്കാൻ വേണ്ടി മടി, ഒരു കാര്യത്തിലേക്ക് സ്വയം നിയോഗിക്കാനുള്ളൊരു മടി, ജീവിക്കാൻ ഉള്ള സന്തോഷം പോലുമില്ല. ടു അൺഹാപ്പി ടു ലിവ് കേട്ടോ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് സൾഫറിൽ വരുന്നത്. ഡ്രെഡ് ഓഫ് ബീയിങ് വാഷ്ഡ് ഇൻ ചിൽഡ്രൻ. കുട്ടികളുടെ കാര്യത്തിൽ കുളിക്കാൻ ഭയമാണ്. യെസ്, ദേ വിൽ ക്രൈ ലസ്റ്റ്ലി ഇഫ് ദേ ഹാവ് ടു ബി വാഷ്ഡ്. അവർ ഉച്ചകുട്ടികളെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെങ്ങനെ കിടന്ന് കരയും. ദ സൾഫർ പേഷ്യൻ്റ് ഡ്രെഡ്സ് വാട്ടർ ആൻഡ് ടേക്സ് കോൾഡ് ഫ്രം ബാത്തിങ്. വെള്ളത്തെ ഭയമാണ്. കാരണം എന്താ, കുളിച്ചു കഴിഞ്ഞാൽ, ശരീരം തണുത്ത് കഴിഞ്ഞാൽ അയാൾക്ക് കോൾഡ് വരും. ആണോ?
ഇനി സൾഫറിൻ്റെ ചില റിലേഷൻഷിപ്പ് പറയുകയാണ്. ആസ് ടു ഇറ്റ്സ് റിലേഷൻഷിപ്പ്, സൾഫർ ഷുഡ് നോട്ട് ബി ഗിവൺ ഇമ്മീഡിയറ്റ്ലി ബിഫോർ ലൈക്കോപോഡിയം. ലൈക്കോപോഡിയത്തിന് തൊട്ട് മുമ്പ് കൊടുക്കരുത്. അപ്പോൾ എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കോംപ്ലിക്കേറ്റഡ് കേസസിൽ സൾഫർ ആദ്യം കൊടുക്കാം. അങ്ങനെ ഒരു ക്രോണിക് കേസിൻ്റെ തുടക്കത്തിൽ സൾഫർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് കേസ് ക്ലിയറായി ഇൻഡിക്കേഷൻ ലൈക്കോപോഡിയം എന്ത് ചെയ്യും? ലൈക്കോപോഡിയം കൊടുക്കാൻ പാടില്ല. സൾഫറിന് തൊട്ട് പിന്നാലെ ലൈക്കോപോഡിയം കൊടുക്കാൻ പാടില്ല. അതാണ് പ്രധാന കാര്യം. അപ്പോൾ ഒരു കേസ് ക്ലിയറാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്രോണിക് കേസിൻ്റെ തുടക്കത്തിൽ സൾഫർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ലൈക്കോപോഡിയം ഇൻഡിക്കേഷൻ വന്നാലും ലൈക്കോപോഡിയം കൊടുക്കരുത്. ഇറ്റ് ബിലോങ്സ് ടു എ റൊട്ടേറ്റിംഗ് ഗ്രൂപ്പ്, സൾഫർ, കൽക്കേറിയ, ലൈക്കോപോഡിയം. നേരത്തെ പറഞ്ഞില്ലേ ഗോൾഡൻ ട്രയോയെ കുറിച്ച്. ആ ഗോൾഡൻ ട്രയോയുടെ ഒരു ഭാഗമായിട്ടാണ് സൾഫർ വരുന്നത്. അപ്പോൾ CLS, ലൈക്കോപോഡിയത്തിന് ശേഷം സൾഫർ വരുന്നത്. സൾഫറിന് ശേഷം ലൈക്കോപോഡിയം വരില്ല. വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റിൽ കൊടുത്തിട്ട് പിന്നീട് ലൈക്കോപോഡിയത്തിലേക്ക് പോകാറുള്ളൂ. Sulfur and arsenicum are also related. You will very often treat a case with sulfur for a while and then need to give arsenicum for some time and then back to sulfur. സൾഫർ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് ആർസനിക്കത്തിലേക്ക് പോവാം. ആർസനിക്കം കൊടുത്ത് വേണമെങ്കിൽ 1-2 റിപ്പീറ്റേഷന് ശേഷം വീണ്ടും സൾഫറിലേക്ക് മടങ്ങാം. അപ്പം ഞാൻ എൻ്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ട്രയോയിലേക്ക് പോയ സമയത്ത് ഡോക്ടർ ബാബുചേട്ടന് അങ്ങനത്തെ ഒരു ചിന്തയുണ്ടായിരുന്നു. ഇതേമാതിരി ഒരു സൾഫറിന് ശേഷം ഒന്ന് ആഴ്സനിക്കിലേക്ക് പോകാം. അതിൻ്റെ കാരണം എൻ്റെ ഈ ഒരു ഓർഡർലി നേച്ചർ കൊണ്ടാണ്. സൾഫറിനുമായിട്ട് എനിക്കുള്ളൊരു കോൺട്രാ ഇൻഡിക്കേഷൻ ഉണ്ട്. എല്ലാം ക്രമമായിരിക്കണം. എന്തെങ്കിലും ക്രമം തെറ്റി ഇരുന്ന് കഴിഞ്ഞാൽ ഞാനത് അറിയാതെ തന്നെ അത് ക്രമമാകും, പുസ്തകമായാലും എന്തായാലും. അപ്പം അതിൽ ഒരു ആഴ്സനിക്കിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ആയതുകൊണ്ട് ഒരു സൾഫർ തന്നിട്ട് ആഴ്സനിക്കിലേക്ക് പോകാം എന്നുള്ളൊരു ആശയം അദ്ദേഹം ഞാനോട് പങ്കുവച്ചു. അപ്പം ഞാനാണ് പറഞ്ഞത് അത് ശരിയോ തെറ്റോ, നമുക്ക് ട്രയോ തന്നെ പോകാം. ട്രയോ കുറച്ച് സൈക്കിളിന് ശേഷം വേണമെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാം. പക്ഷേ അത് നടന്നില്ല. എൻ്റെ അടുത്ത കാലം വരെ ഞാൻ 30 വർഷത്തോളം ട്രയോയിൽ തന്നെ പോയി. ഈ അടുത്തിടക്കാണ് എൻ്റെ സുഹൃത്തായ മിടുക്കനായ ഹോമിയോപാത്ത് ഡോക്ടർ നിവേദ് വാസുദേവൻ, അദ്ദേഹത്തിൻ്റെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ അടുത്തിടെ ട്രയോ നടത്തുകയും അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. അത് ഏത് ഔഷധമാണെന്ന് ഞാൻ ചോദിച്ചില്ല. ഏതായാലും അതുകൊണ്ട് നല്ല റിസൾട്ടുണ്ട്. അപ്പോൾ സൾഫർ ഒരു ട്രയോയുടെ ഭാഗമായിട്ടും വരും, അതുപോലെ ആഴ്സനിക്കുമായിട്ട് ഇൻ്റർചേഞ്ച് ചെയ്തുകൊണ്ടുള്ള ഒരു മെത്തേഡും ഉണ്ട്. നിങ്ങളത് ചിന്തിച്ച് വേണ്ട തരത്തിൽ ഉപയോഗിക്കുക. പക്ഷേ എൻ്റെ കേസിൽ അങ്ങനെ വേണമെങ്കിൽ പോകാമായിരുന്നു. അങ്ങനെ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ നല്ല റിസൾട്ട് കിട്ടുമോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. സൾഫർ ഫോളോസ് മോസ്റ്റ് ഓഫ് ദ അക്യൂട്ട് റെമഡീസ് വെൽ. മറ്റു പ്രധാനപ്പെട്ട കാര്യം, സൾഫർ ഒട്ടുമിക്ക അക്യൂട്ട് റെമഡീസിനെയും ഫോളോ ചെയ്യും. ഈ ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു അക്യൂട്ട് കേസിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ അവസാനം ഒരു ഡോസ് സൾഫർ കൊടുത്ത് അവസാനിപ്പിക്കുക എന്ന് പറയുന്നത്. അക്യൂട്ട് റെമഡീസ് കൊണ്ടുണ്ടാക്കിയ ഗുഡ് റിസൾട്ടിനെ ഫിക്സ് ചെയ്യാൻ, പിന്നീട് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ സൾഫർ ഡോസ് കൊടുക്കാം എന്നുള്ളൊരു തത്വം. അതിൻ്റെ കാരണം ഇതാണ്, ഒട്ടുമിക്ക അക്യൂട്ട് മെഡിസിൻസിനെയും സൾഫർ ഫോളോ ചെയ്യും. ദ സൾഫർ പേഷ്യൻ്റ് ഈസ് ട്രബിൾഡ് വിത്ത് മച്ച് ഡിസീനസ്. അല്ലാത്തൊരു ഡിസീനസ്, ഒരു തരം ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് ഡിസീനസ്. തലകറക്കമാണോ എന്ന് പറയാൻ പറ്റില്ല, തലയുടെ ഭാരമാണോ അതുമല്ല, അതൊരു ഡിസീനസ്സാണ്. ഒരു തല ഇങ്ങനെ ഒരു പാളുന്ന മാതിരിയോ ഭാരമോ ഒരു മന്ദിച്ചതായിട്ടുള്ളൊരവസ്ഥ, ഡിസീനസ്. When he goes into the open air or when he stands any length of time, he becomes dizzy. അപ്പോൾ ഓപ്പൺ എയറിലും കൂടുതൽ നേരം നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഡിസീനസ് വരാം. അപ്പോൾ നിൽക്കുക എന്ന സ്റ്റാൻഡിങ് എന്നുള്ളതാണ് സൾഫറിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പൊസിഷൻ എന്ന് പറഞ്ഞു. അതുപോലെ ഡിസീനസ് വരാം. ഓൺ റൈസിങ് ഇൻ ദ മോർണിംഗ് ഹിസ് ഹെഡ് ഫീൽസ് സ്റ്റുപ്പിഡ് ആൻഡ് ഓൺ ഗെറ്റിംഗ് ഓൺ ഹിസ് ഫീറ്റ് ഹീസ് ഡിസി. അപ്പോൾ ഉണർന്നേക്കുമ്പോൾ തലയിൽ ഒരു സ്റ്റുപ്പിഡ് ഫീലിങ്,
എന്ത് ചെയ്യാം, ഉണരണോ വേണ്ടയോ, ഉണർന്നിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ചിന്ത, ഒരു സ്റ്റുപ്പിഡ് തിങ്. എഴുന്നേറ്റ് നിന്നാലോ ഡിസീനസ്. ഹീ ഫീൽസ് സ്റ്റുപ്പിഡ് ആൻഡ് ടയേർഡ് ആൻഡ് നോട്ട് റെസ്റ്റഡ് ബൈ ഹിസ് സ്ലീപ്പ് ആൻഡ് തിങ്സ് ഗോ അറൗണ്ട്. അപ്പോൾ ഉറക്കം കൊണ്ട് ഒരു നറിഷ്നെസ് ആണ് ഉണ്ടാകുന്നത്, പക്ഷേ സൾഫർ പേഷ്യൻ്റ് അതില്ല. ഡിസീനസും ഗിഡീനെസ്സും സ്റ്റുപ്പിഡ്നെസ്സും ക്ഷീണവും തിങ്സ് ഗോ അറൗണ്ട്, ഒരുതരം തലകറക്കം. ഇറ്റ് ടേക്സ് സം ടൈം ടു എസ്റ്റാബ്ലിഷ് ആൻ ഇക്വിലിബ്രിയം. ഒരു സ്ഥിരത, ഉടനൊരു സ്ഥിരത ഉണ്ടാക്കാൻ കുറച്ച് സമയം പിടിക്കും. ഹീസ് സ്ലോ ഇൻ ഗാദറിങ് ഹിംസെൽഫ് ടുഗദർ ആഫ്റ്റർ സ്ലീപ്പ്. ഉറക്കത്തിന് ശേഷം എല്ലാം ഒന്ന് റെഡിയായി വരാൻ, ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് വരാൻ ഇത്ര സമയമെടുക്കും. ഹിയർ വി സീ ദ അഗ്രവേഷൻ ഫ്രോം സ്ലീപ്പ് ആൻഡ് ഫ്രോം സ്റ്റാൻഡിങ്. സൾഫറിൻ്റെ ഒരു സുപ്രധാന ലക്ഷണം അഗ്രവേഷൻ ഫ്രോം സ്ലീപ്പ്, അഗ്രവേഷൻ ഫ്രോം സ്റ്റാൻഡിങ്. അപ്പോൾ അഗ്രവേഷൻ സാധാരണഗതിയിൽ ഉറക്കം കൊണ്ട് ഒരു ഉണർവാണ് ഉണ്ടാകേണ്ടത്, ഒരു കാര്യങ്ങളിൽ സുഖപ്പെടണം. പക്ഷേ സൾഫർ, ലാക്ടോസിസ് പോലുള്ള ചില ഔഷധങ്ങളിൽ ഉറക്കം കൊണ്ട് പ്രശ്നങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. സൾഫർ പേഷ്യൻ്റിൽ പ്രധാനപ്പെട്ടൊരു ജനറൽ കണ്ടീഷനാണ് ഉറക്കം കൊണ്ട് പ്രശ്നം, നിൽക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം. അപ്പോൾ സൾഫറിനെ കുറിച്ച് വളരെ നല്ല ചിത്രങ്ങളാണ് നമ്മൾ ഓരോ ഭാഗത്തും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. ഇതുവരെ ഈ പ്രോഗ്രാം ശ്രദ്ധിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നമുക്ക് അടുത്ത പ്രോഗ്രാമിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.